ിലേക്ക് വരാം. ശ്രീ എം കെ ഹരിദാസ്, ഇത് മാത്രമല്ലല്ലോ, സമീപ ദിവസങ്ങളിൽ ഈ ധനപ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോഴും വലിയ രീതിയിലുള്ള ദുർച്ചെലവ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടല്ലോ. അതിന് പല ഉദാഹരണങ്ങളും താങ്കൾക്കും ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. എങ്ങനെയാണ് ഈ ആശാ വർക്കർമാരെ കണ്ടില്ലെന്നടിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നത്? കോവിഡ് കാലത്തേറെ അംഗീകരിക്കപ്പെട്ടിരുന്നവരായിരുന്നു ഇവർ. ലോകാരോഗ്യ സംഘടന പോലും അംഗീകരിച്ചവരാണ് ഇന്ത്യയിലെ ആശാ വർക്കേഴ്സ്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന് എങ്ങനെ ഇവരെ ഒറ്റയടിക്ക്, ഇത് രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ്, ഇപ്പോൾ ഒന്നും ചെയ്യാനാവില്ല എന്ന നിലപാടെടുക്കാൻ കഴിയും? ഈ പ്രയോറിറ്റി എന്താണെന്ന് അറിയാത്ത ഒരു നമ്മൾ പറയില്ലേ ഒരവസ്ഥ ഈ സർക്കാർ അധികാരത്തിൽ കയറിയത് മുതലുണ്ട്. 2016 മുതല് പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് കാണുന്നത് പ്രയോറിറ്റി എന്താണ് എന്നുള്ളത് അറിയില്ല. പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് ചെലവ് ചെയ്യണം എന്നുള്ള ഒരു ബോധം ഈ സർക്കാരിന് ഇല്ലാതെ പോയി. ഇപ്പൊ ഇവിടെ CITU നേതാവ് പറയുന്നത് കേട്ടു, 7000 രൂപയാക്കിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നതിന് ശേഷമാണ്. തീർച്ചയായിട്ടും 100 മാസത്തെ ഭരണത്തില് അവർക്ക് അത്തരത്തിലൊരു കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തിനാണ് ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? DGP ആയിരുന്ന ഒരു വ്യക്തിയെ മെട്രോന്റെ MD ആക്കി മാറ്റിയിട്ട് 2.5 ലക്ഷം രൂപ കൂടി ശമ്പളം കൊടുക്കാൻ തയ്യാറായ ഒരു സർക്കാർ ആശാ വർക്കർമാർക്ക് ഒരു ചെറിയ തുക കൂട്ടിക്കൊടുത്തതിന് ഇത്ര ഹൈലൈറ്റ് ചെയ്ത് പറയാനുണ്ടോ ശ്രീ ഗോപിനാഥ്? മഞ്ജുഷ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്ന എനിക്ക് CITUവിന്റെ നേതാവിനോട് ചോദിക്കാനുള്ളത്, കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സന്ദർശിച്ചാൽ പല സ്വകാര്യ കമ്പനികളുടെ ഹാർഡ്വെയർ കടയുടെ മുൻപിൽ പോലും കുടില് കെട്ടിയിട്ട് കൊടി കുത്തിയിട്ട് CITUവിന്റെ കൊടി കുത്തിയിട്ടുള്ള സമരങ്ങൾ കോഴിക്കോടും കണ്ണൂരും കൊല്ലത്തും ഒക്കെ നടക്കുന്നത് അവരവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൊഴിലാളികളുടെ ചൂഷണം മുതലാളി നടത്തുന്നു അതിനെതിരായിട്ടല്ലേ ഇത്തരത്തിലുള്ള സമരങ്ങള്, ഇത്തരത്തിലുള്ള കൊടി കുത്തിയിട്ടുള്ള സമരങ്ങളും അവിടെ ഈ ഷെഡ് കെട്ടിയിട്ട് മുദ്രാവാക്യങ്ങളും വിളിച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ CITUവിന്റെ കീഴിലുള്ള മറ്റു തൊഴിലാളികൾക്ക് എല്ലാം തന്നെ അവരുടെ അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ട് സമരം ചെയ്യാമെന്നും, അതേ സമയത്ത് ആശാ വർക്കർമാരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക മഞ്ജുഷേ, ഈ ആശാ വർക്കർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്ന് ഒരു ആശാ വർക്കർമാരും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എനിക്കിവരെ നന്നായിട്ട് അറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ട് വല്ലാണ്ട് ഇടപഴകുന്നതാണ്. കാരണം നമ്മുടെ സാംക്രമിക രോഗങ്ങൾ തടയുന്നതില് മഴക്കാല ശുചീകരണം കൃത്യമായി നടത്താത്ത സർക്കാരിന്റെ ഭാഗത്ത് ഇവരുടെ സേവനം അങ്ങേയറ്റം ശ്ലാഘനീയമായിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വീടുകളിൽ വരുന്നു, ചിരട്ടയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് സ്വയം കമിഴ്ത്തി കളയുന്നു, അതുമാതിരി തന്നെ സെൻസസ് എടുക്കാൻ വരുന്നു, ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കെടുത്ത് പോകുന്നു. അപ്പോൾ ഏകദേശം എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇവർ 12 മണിക്കൂറോളം ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. നമ്മുടെ 21 മന്ത്രിമാർക്ക് നാളിതുവരെ ഒരു ദിവസം ശമ്പളം തെറ്റി കിട്ടിയിട്ടുള്ള ചരിത്രം നമ്മുടെ ഈ കേരളത്തിന്റെ ഇപ്പൊ ഈ കഴിഞ്ഞ 100 മാസത്തെ ഭരണത്തിലടക്കി ഉണ്ടായിട്ടുണ്ടോ? ചീഫ് സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസിലെ പിയൂൺ വരെയുള്ളവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ സർക്കാർ കാണിക്കുന്ന ശുഷ്കാന്തി, ഈ പാവങ്ങൾക്ക് ശമ്പളം ശരി ഒരു മാസത്തെ വിടുമോ, ഒരു മാസത്തെ ലാഗ് ചെയ്യുമ്പോൾ അടുത്ത മാസം ആ മുൻ മാസത്തെ ശമ്പളമെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കാത്തത്, ഓണറേറിയം കൊടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? മഞ്ജുഷ അടിമുടി കുടിശ്ശികയിലാണ്. നോക്കൂ, ഇവിടെ എയ്ഡ്സ് ബാധിതരായവർക്ക് 1000 രൂപ സർക്കാരിന്റെ ധനസഹായമുണ്ട്. എന്തിനാണെന്ന് ആലോചിക്കണം. എയ്ഡ്സ് ബാധിതരെ പുനരധിവസിച്ചിട്ട് വേറൊരു സ്ഥലത്ത് താമസിപ്പിക്കാൻ പാടില്ല. അവർ വീട്ടിൽ തന്നെ അവരുടെ സാധാരണഗതിയിൽ സുഖസൗകര്യങ്ങളോടുകൂടി കഴിയുന്നതിന് വേണ്ടിയിട്ട് 1000 രൂപ ഈ സർക്കാർ കൊടുക്കുന്നുണ്ട്. അതിലത്തെ കുടിശ്ശിക എത്രയാണെന്ന് മഞ്ജുഷിന് അറിയോ? 12.86 കോടി രൂപ കഴിഞ്ഞ 2 വർഷമായിട്ട് അവർക്ക് നൽകിയിട്ടില്ല. ഇനി ഇതിനെക്കാട്ടിലൊക്കെ തമാശ കേട്ടോളൂ, 120 രൂപ ഇവിടുത്തെ തൊഴിലില്ലായ്മ വേതനമായിട്ട് 1673 യുവതി യുവാക്കൾക്ക് സർക്കാർ നൽകുന്നുണ്ട്. കഴിഞ്ഞ 6 മാസമായിട്ട് നൽകാനുള്ളത് ഏകദേശം 8,24,000 രൂപയാണ്. 120 രൂപയുടെ തൊഴിലില്ലായ്മ വേതനം നൽകാൻ വേണ്ടിയിട്ട് ഈ സർക്കാരിനാവുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ എന്താ പറയേണ്ടത്, ക്ഷേമ പെൻഷൻ, എൻഡോസൾഫാൻ ബാധിതർക്കുള്ള പ്രതിമാസ ആനുകൂല്യം, എല്ലാ ഭാഗത്തും എന്തൊന്ന് എടുത്തു നോക്കിയാലും എന്തിനെതിരെ CITU നേതാവേ അങ്ങ് അറിയുക, തൊഴിലാളിയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന EPF വിഹിതത്തോട് കൂടിയിട്ട് തൊഴിലുടമ അടക്കേണ്ടതായിട്ടുള്ള EPFന്റെ തുക വീഴ്ച വരുത്തിയിട്ടുള്ള 64 പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അങ്ങ് അറിയണം.
അങ്ങറിയണം, തൊഴിലാളിയിൽ നിന്നും കൃത്യമായിട്ട് മാസാമാസം പിടിച്ചെടുക്കുകയാണ് എന്ത് EPF വിഹിതം. ആ വിഹിതം പോലും തിരിമറി നടത്തിയിട്ട് അതിൽ ചേർക്കേണ്ട തൊഴിലുടമയുടെ വിഹിതവും ചേർത്ത് EPF-ൽ അടയ്ക്കാതെ 64 കമ്പനികളാണ് വീഴ്ച വരുത്തിയിരിക്കുന്നത്. എത്ര കോടിയാണെന്നറിയോ? 24.62 കോടി. നാളെ അങ്ങ് എന്നെ വിളിച്ചുകൊള്ളൂ, ഞാൻ ആ ഡോക്യുമെന്റ്സ് തരാം. ശരി ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നിങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്ന ആളുകളുമാണല്ലോ. ശരി, ശ്രീ KN ഗോപിനാഥ്, ഇന്ന് ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ളത് ഈ